Good afternoon, ma'am. Good afternoon, ma'am. നിങ്ങള് ട്രാൻസ്പോർട്ട് പേഷ്യന്റ് എല്ലാം വായിച്ച് ക്ലിയർ ചെയ്തോ? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടായിരുന്നോ? Clear ആണ് ma'am. നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് ആണ്. അവരുടെ കയ്യിലുണ്ടോ എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ്? അവിടെ എടുക്കാം. മാം ഇത് തേർഡ് മൊഡ്യൂൾ തന്നെയാണോ? അതെ, തേർഡ് മൊഡ്യൂൾ തന്നെയാണ് എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ്. ചിലരെല്ലാം ഈ പേജസുകൾ അല്ലെ ചാപ്റ്റേഴ്സിന്റെ വ്യത്യസ്തമായിട്ടുള്ള ചാപ്റ്ററുകളായിട്ടുണ്ടാവും. എന്തായാലും നിങ്ങളെ ഹെഡിങ് നോക്കുക, എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ്. ഓക്കെ, എല്ലാവരും എടുത്തോ? ഇത് ഈ ചാപ്റ്ററിന്റെ ഒരു പ്രത്യേകത, അതായത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം കുറച്ച് അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആക്ടുകളും കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ട് പറയുന്നത്. ആ ആക്ടിൽ എന്താണോ പറയുന്നത്, ആ നിയമം അനുശാസിക്കുന്നത് അതേ രീതിയിൽ തന്നെ നമുക്കത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കേണ്ടതായിട്ട് വരും. അപ്പോ ചാപ്റ്റർ 5 എന്ന് പറയുന്നത് ഓക്കെ. അപ്പൊ നമ്മള് പ്രധാനമായിട്ടും ഇതിന്റെ ഒരു ചാപ്റ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇച്ചിരി എന്താ പറയുന്നത് കേൾക്കാനായിട്ട് അത്ര സുഖകരമായിരിക്കില്ല. കാരണം നിയമവശങ്ങളൊക്കെയാണല്ലോ അത്. ജസ്റ്റ് ഇങ്ങനെ അണ്ടർ സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ തിരിച്ചിട്ടുള്ള ഓരോ ആക്ടുകളാണ്, നിയമാവലികളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളും കൂടി ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ക്ലാസ്സിലിരിക്കുക. കാരണം എന്താ അല്ലെങ്കിൽ കേൾക്കാനായിട്ട് ഒരു മുഷിപ്പുണ്ടാവും. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ആദ്യം തന്നെ പറയുന്നതെന്ന് നോക്കാം. പ്രധാനമായിട്ടും ഇതില് ഉദ്ദേശിക്കുന്നത്, അതായത് നമുക്ക് അറിയാം ഒരു ഹോസ്പിറ്റലിൽ ആവുമ്പോൾ ഏതൊരു പ്രൊഫഷനാണ്, ഹോസ്പിറ്റൽ അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ലോയർ ആണെങ്കിലും ടീച്ചർ ആണെങ്കിലും ഡോക്ടർ ആണെങ്കിലും അവര് അവരുടെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ അവർക്ക് ധാർമ്മികമായിട്ടുള്ള ചില കടമകൾ അല്ലെ, ഒരു കാഴ്ചപ്പാടുകൾ ഉണ്ടാവും. നമ്മൾ പഠിച്ച ആ ഒരു കോഴ്സിനോടും ആ പ്രൊഫഷനോടും ചേർന്ന വിധത്തിൽ പ്രവർത്തിക്കാനുള്ള ഒരു കഴിവ് ഓരോ വ്യക്തിക്കും ഉണ്ടായിരുന്നു അല്ലെ. ഏത് പ്രൊഫഷൻ തിരഞ്ഞെടുത്താലും ആ ഒരു പ്രൊഫഷനോട് കൂടെ അല്ലെ പ്രവർത്തിക്കൊണ്ട് പോകേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ എവിടെയാണോ വർക്ക് ചെയ്യുന്നത്, സ്കൂളിലായിരിക്കാം അല്ലെങ്കിൽ ഹോസ്പിറ്റലിലായിരിക്കാം, അതല്ലെങ്കിൽ കോടതിയിലൊക്കെ ആവുമ്പോൾ ലോയർ ആണെങ്കിൽ കോടതിയിലൊക്കെ ആയിരിക്കാം, ആ ഒരു സ്ഥാപനത്തിനോടും നമുക്ക് ഒരു അല്ലെങ്കിൽ ഒരു കൂടെ ഉണ്ടാവും. കാരണം അതിനോട് അനുയോജ്യമായ രീതികളായിരിക്കണം നമ്മൾ അവലംബിക്കേണ്ടത്. അപ്പൊ എത്തിക്സ് എന്ന് പറയുമ്പോൾ ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത് നമ്മുടെ ധാർമ്മിക മൂല്യങ്ങളാണ്. അതായത് ഇപ്പൊ ഹോസ്പിറ്റലിലൊക്കെ ആവുമ്പോൾ അതിന്റെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഡോക്ടേഴ്സ് നഴ്സുമാർക്കൊക്കെ അവിടെയുള്ള പേഷ്യൻസിനോടെല്ലാം എന്താണ് ഒരു മര്യാദ രീതിയിൽ പെരുമാറാനും, അല്ലെങ്കിൽ നമ്മുടെ ചിലപ്പോൾ ചില ക്രിട്ടിക്കൽ കേസുകൾ അല്ലെങ്കിൽ ആക്സിഡന്റ് കേസുകൾ അല്ലെങ്കിൽ ചിലപ്പോ ക്രിമിനൽ കേസുകളൊക്കെ അറ്റൻഡ് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും അല്ലെ. അതൊക്കെ അതുമായി ബന്ധപ്പെട്ട് ഇഞ്ചുറീസും അസുഖ സംബന്ധമായ മാറ്റേഴ്സ് ഒക്കെ തരണം ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും. അപ്പൊ അവിടെയെല്ലാം എന്താണ് അവർക്കൊരു ധാർമ്മിക മൂല്യത്തോട് കൂടിയിട്ട് പേഴ്സണെ കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരും. ധാർമ്മിക കാഴ്ചപ്പാടുകളാണ് എത്തിക്കൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ലീഗൽ ആയിട്ടുള്ള ഇഷ്യൂസ്, അതായത് നിയമപരമായിട്ടുള്ള മാറ്റേഴ്സും കൈകാര്യം ചെയ്യേണ്ടതായിട്ട്. ഒരുപക്ഷെ നമുക്കറിയാം ക്രിമിനൽ കേസിലൊക്കെ ഉൾപ്പെടുന്ന വ്യക്തികളൊക്കെ നമ്മൾക്ക് ഒരുപക്ഷെ ഡോക്ടേഴ്സിന് അവരുടെ ഡ്യൂട്ടി ചെയ്യാനായിട്ട് ചില കാര്യങ്ങളുണ്ടാവും. പക്ഷെ അവർക്ക് ലീഗൽ ആയിട്ടുള്ള ആ ഒരു നടപടികൾക്ക് വിധേയമായി തന്നെ ഈ വ്യക്തിയെ കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം അതെല്ലാം കൂടി ഒന്നിച്ച് അല്ലെ മിക്സ് ചെയ്തിട്ട് അവരുടെ പ്രൊഫഷൻ, അത് നമുക്കറിയാം ഏത് ഹോസ്പിറ്റലാണോ ആ ഹോസ്പിറ്റലിനും അനുയോജ്യമായ രീതിയിൽ തന്നെ എന്നാൽ മറ്റു ധാർമ്മിക കാഴ്ചപ്പാടുകളെല്ലാം സ്വീകരിച്ചുകൊണ്ട് തന്നെ പെരുമാറുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും എത്തിക്കൽ ആസ്പെക്റ്റില് പറയുന്നത്.
വായിച്ചു നോക്കാം. കോഡ് ഓഫ് ബിഹേവിയർ സെറ്റ് ബൈ മെമ്പേഴ്സ് of the medical profession to control the practice of medicine so that its members do not bring disgrace to the profession. അതായത് നമ്മുടെ പ്രൊഫഷന് അപമാനം, ഡിസ്ഗ്രേസ് എന്ന് വെച്ചാൽ അപമാനം തീർക്കാൻ പാടില്ല. അതിന് അപമാനം തീർക്കാത്ത രീതിയിൽ തന്നെ നമ്മുടെ മെഡിക്കൽ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് അവരുടെ ഡ്യൂട്ടികൾ ചെയ്യുമ്പോഴും ആ ഡ്യൂട്ടികളിൽ ഒരു നിയന്ത്രണം ഒരു കൺട്രോളിങ് കൊടുത്തിട്ട് വേണം ഈ പ്രവർത്തനങ്ങൾ. അതായത് കോഡ് ഓഫ് ബിഹേവിയർ എന്ന് പറയുമ്പോൾ എന്താണ്? പെരുമാറ്റ രീതിയാണ്. ഒരു പ്രൊഫഷൻ, ഏത് പ്രൊഫഷൻ തിരഞ്ഞെടുത്താലും ആ പ്രൊഫഷനുമായി അനുയോജ്യമായ രീതിയിൽ തന്നെ വ്യക്തികളോട് പെരുമാറാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ്. ഒരിക്കലും ആ പ്രൊഫഷനെ അപമാനത്തക്ക വിധത്തിലാക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികളൊന്നും തന്നെ വ്യക്തികൾ ചെയ്യാൻ പാടില്ല. ഇപ്പൊ ഡോക്ടർ ആണെങ്കിലും നഴ്സ് ആണെങ്കിലും മറ്റേതെങ്കിലും പേഴ്സൺസ് അവരുടെ ധാർമ്മിക കാഴ്ചപ്പാടുകൾ അത് കാത്തു സൂക്ഷിക്കുക തന്നെ വേണമെന്നാണ് ഫസ്റ്റ് സെന്റൻസിൽ പറയുന്നത്. കോഡ് ഓഫ് ബിഹേവിയർ സെറ്റ് ബൈ മെമ്പേഴ്സ് of the medical profession to control the practice of medicine so that its members do not bring a disgrace to the profession. അവരവരുടെ ഡ്യൂട്ടി നിർവഹണവുമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ അത് കൺട്രോൾ ചെയ്ത് പോകണം. അത് ഒരിക്കലും ആ ഒരു പ്രൊഫഷനെ അപമാനത്തക്ക വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. Then at its simplest, ethics is a system of moral principles. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എത്തിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ധാർമ്മിക തത്വങ്ങളാണ് പ്രധാനമായിട്ടും അതിൽ പറയുന്നത്. എത്തിക്സ് ഈസ് കൺസേൺഡ് വിത്ത് വാട്ട് ഈസ് ഗുഡ് ഫോർ ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി ആൻഡ് ഇറ്റ്സ് ഓൾസോ ഡിസ്ക്രൈബ്ഡ് ആസ് എ മോറൽ ഫിലോസഫി. അതായത് എത്തിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എത്തിക്സ് ധാർമ്മികത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യക്തികൾക്കും അല്ലെങ്കിൽ സൊസൈറ്റിക്കും എല്ലാം നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അത് മോറൽ ഫിലോസഫി, അതായത് നമ്മുടെ ധാർമ്മിക കാഴ്ചപ്പാട് വെച്ച് നോക്കുമ്പോൾ മനുഷ്യ ജീവിതത്തെ നിയന്ത്രിക്കുന്ന അടിസ്ഥാന മൂല്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു തത്വചിന്ത ശാഖയാണ് മോറൽ ഫിലോസഫി എന്ന് പറയുന്നത്. അത് അവർക്ക് വ്യക്തികൾക്കും സൊസൈറ്റിക്കും അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് എത്തിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വീണ്ടും പറയുന്നു കോഡ് ഓഫ് എത്തിക്സ് ഈസ് വൈഡ്. ഇപ്പൊ നമുക്കറിയാം ഈ ധാർമ്മികത പുലർത്തിക്കൊണ്ട് പോകണമെങ്കിൽ അത് വൈഡായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു വലിയ ആ മേഖല എന്ന് പറഞ്ഞത് വ്യാപിച്ച് കിടക്കുകയാണ്. ചിലയിടത്തൊക്കെയാണ് ധാർമ്മിക കാഴ്ചപ്പാടുകൾ ഇപ്പൊ ഡോക്ടേഴ്സിന്റെ മുമ്പില് അറ്റ് പ്രസന്റ് ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് വരുമ്പോഴാണ് അവരുടെ ചില ധാർമ്മിക മൂല്യങ്ങളെ ചൂഷണം ചെയ്യേണ്ട അവസ്ഥകളൊക്കെ വരുന്നത്. അവിടെ ലീഗലായിട്ടും അതേമാതിരി ഹോസ്പിറ്റൽ അനുകൂലമായിട്ടും എന്ന വ്യക്തികൾക്ക് അനുകൂലമായിട്ട് സൊസൈറ്റിക്ക് അനുകൂലമായിട്ടൊക്കെ പ്രവർത്തിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അവിടെയെല്ലാം നമ്മൾ എന്താണ്, ഡോക്ടേഴ്സ് ആണെങ്കിലും മറ്റേത് പ്രൊഫഷൻ നഴ്സുമാരാണെങ്കിലും അവര് ധാർമ്മിക കാഴ്ചപ്പാടോടുകൂടി തന്നെ അവരുടെ ജോലി നിർവഹണങ്ങൾ നിർവഹിക്കണം എന്നുള്ളതാണ്. വീണ്ടും പറയുന്ന കോഡ് ഓഫ് എത്തിക്സ് ഇസ് വൈഡ് which gives employees or members a general idea of what kind of behavior and decisions are described and encouraged at a business or organization. അതായത് ആ സ്ഥാപനത്തിൽ ഇപ്പൊ ഹോസ്പിറ്റൽ ആണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനമാണെങ്കിലും അവിടെ തീരുമാനങ്ങളൊക്കെ കൃത്യമായിട്ട് എടുത്തിട്ട് വേണം കൈകാര്യം ചെയ്യാൻ അവിടെ നല്ല തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ധാർമ്മിക കാഴ്ചപ്പാടോടുകൂടിയുള്ള തീരുമാനങ്ങളായിരിക്കണം അവിടുത്തെ വർക്കേഴ്സ് ആയിട്ടുള്ള ഇപ്പൊ ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടാണെങ്കിൽ ഡോക്ടേഴ്സ് നഴ്സുമാരൊക്കെ തീരുമാനങ്ങൾ എടുക്കേണ്ടത്. Then a code of conduct mention how employees or members have to act in a particular situation. അതായത് പെരുമാറ്റച്ചട്ടം നമ്മൾ പറയുന്നത് നല്ലൊരു ബിഹേവിയർ ആണ്. അവർ ഇപ്പൊ ചില ലോയേഴ്സ്, ചില ഡോക്ടേഴ്സ്, ചില ടീച്ചേഴ്സ് അവർക്ക് തന്നെ അതിൻ്റെതായ ഒരു നല്ലൊരു പെരുമാറ്റമാണ്, നല്ലൊരു പേഴ്സണാലിറ്റി ഉണ്ട് അവര്. പക്ഷെ അവർക്ക് മറ്റുള്ളവരോട് പെരുമാറാനും അവർക്ക് നിയമാനുസൃതമായിട്ടുള്ള കാര്യങ്ങളോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് ക്ഷമയോടും നല്ല അവരുടെ അഭിപ്രായങ്ങൾ തുറന്ന് പ്രകടിപ്പിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു തന്റേയും കഴിവും ഒക്കെ ഉണ്ട്. അപ്പൊ അതാണ് ആ പെരുമാറ്റച്ചട്ടത്തിൽ മെൻഷൻ ചെയ്ത് പറയുന്നത്. പർട്ടിക്കുലർ സിറ്റുവേഷൻ വരുമ്പോൾ അവിടെയുള്ള വർക്കേഴ്സ് അല്ലെങ്കിൽ എംപ്ലോയീസ് എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുന്നത്, അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയുന്നത് പെരുമാറ്റച്ചട്ടത്തിൽ ഉൾപ്പെടുന്നത്. ഈ കോഡ് ഓഫ് കണ്ടക്ട് മെൻഷൻ how employees or members have to act in a particular situation. ഈ സിറ്റുവേഷൻ വരുമ്പോൾ എങ്ങനെയാണ് അവര് ആക്ട് ചെയ്യേണ്ടത് എന്നാണ് പ്രധാനമായിട്ടും ഈ കോഡ് ഓഫ് കണ്ടക്റ്റില് പരാമർശിക്കുന്നത്, പെരുമാറ്റച്ചട്ടത്തില് പ്രതിപാദിക്കുന്നത്. ജസ്റ്റ് നിങ്ങൾ ഈ ഒരു പാരഗ്രാഫ് വായിച്ചു നോക്കുക.
എന്താണ് എത്തിക്സ് എന്ന് മനസ്സിലാക്കാം. എന്തെങ്കിലും ഡോക്ടറേക്ക് ചോദിക്കാം. ക്ലിയർ ആയോ? അയച്ചു നോക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒക്കെയാണോ വായിച്ചു? ഡിസ്പ്ലേസ് എന്ന് വെച്ചാൽ അപമാനം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് അവർക്ക് ആ പ്രൊഫഷനെ അപമാനം വരുത്തിവെക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികളൊന്നും ചെയ്യരുത് അല്ലെ. ഇപ്പൊ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ ഡോക്ടേഴ്സിന് നമ്മൾ പറയും, ഡോക്ടേഴ്സ് അത് എന്നിട്ട് അവരുടെ പ്രൊഫഷനോട് ആത്മാർത്ഥത ഇല്ലാത്ത ഒരു ഡോക്ടറാണ്, നേഴ്സാണെന്നൊക്കെ പറയല്ലേ. അങ്ങനെ അപമാനം വരുത്തിവെക്കുന്നത് ആവരുത്. അവര് ധാർമ്മിക കാഴ്ചപ്പാട് മൂല്യങ്ങളുള്ള രീതിയിലായിരിക്കണം പെരുമാറേണ്ടത് എന്നുള്ളതാണ്. ഇനി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ അത് നമുക്ക് ഇനിയുള്ളത് എത്തിക്സ് എന്താണെന്ന് മനസ്സിലായി. ഇനി ലീഗൽ ആസ്പെക്ട്, നമ്മുടെ നിയമവശങ്ങളെ കുറിച്ചിട്ട് എന്താണ്. അപ്പൊ നിയമങ്ങൾ നമ്മൾ അറിയാലേ, ഓരോന്നിനും റോഡിന്റേതായിട്ടുള്ള നിയമങ്ങളുണ്ട്, അതേപോലെ സ്കൂളിന്റേതായ നിയമങ്ങളുണ്ട്. എവിടെയാണെങ്കിലും ഏതൊരു സ്ഥാപനത്തിനും അതിൻ്റെതായ നിയമങ്ങളുണ്ട് അല്ലെ. അപ്പൊ ഈ നിയമങ്ങൾ എന്നതുകൊണ്ട് വ്യത്യസ്ത രീതിയിൽ നിർവചിക്കാം. ലോ മീൻസ് സെറ്റ് ഓഫ് റൂൾസ് ടു ലീഡ് ഹ്യൂമൻ ആക്ഷൻ. അതായത് മനുഷ്യ പ്രവർത്തനങ്ങളെ നയിക്കുന്നതിനുള്ള ഒരു കൂട്ടം നിയമങ്ങൾ, ഒരു കൂട്ടം നയങ്ങളാണ് നിയമങ്ങൾ എന്ന് പറയുന്നത്. മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ നയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടം നിയമങ്ങൾ അല്ലെ, ഒരു കൂട്ടം നയങ്ങളെയാണ് നിയമങ്ങൾ എന്ന് പറയുന്നത്. ഇനി വീണ്ടും നിയമങ്ങൾ എന്ന് പറയുന്നത് ലോ ഈസ് എ സിസ്റ്റം ഓഫ് റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ് വിച്ച് ദ സ്റ്റേറ്റ് ഇമ്പോസസ്. അതായത് നമ്മുടെ സ്റ്റേറ്റ്, നമ്മുടെ ഓരോ സംസ്ഥാനങ്ങളും അടിച്ചേൽപ്പിക്കുന്ന കുറെ കടമകളും അവകാശങ്ങളും ഉണ്ട് അല്ലെ. അപ്പൊ നമുക്കറിയാം ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ കുട്ടികൾക്ക് ആണെങ്കിൽ അല്ലെ, ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പോൾ സ്റ്റേറ്റിന് പൈസ ഒന്നും മേടിക്കില്ല. അതല്ലെങ്കിൽ എന്താണ് പ്രായാധിക്യത്തിലുള്ള വ്യക്തികൾക്കാണെങ്കിൽ ചില കാര്യങ്ങളൊക്കെ അല്ലെ, കുറെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ. അപ്പൊ അതെല്ലാം സ്റ്റേറ്റ് ഇമ്പോസ് ചെയ്യുന്നതാണ്, സ്റ്റേറ്റ് പുറത്തിറക്കുന്നതാണ്. അപ്പൊ ഗവൺമെന്റിന്റേതായിട്ടുള്ള കുറെ റൈറ്റ്സും കടമകളും എല്ലാമാണ് എന്തെന്ന് പറയുന്നത് നിയമങ്ങൾ എന്ന് പറയുന്നത്. വീണ്ടും നിയമങ്ങൾ എന്ന് പറയുന്നത് ലോ ഈസ് ദ ബോഡി ഓഫ് പ്രിൻസിപ്പിൾസ് റെക്കഗ്നൈസ്ഡ് ബൈ ദ സ്റ്റേറ്റ് ആൻഡ് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്. അതായത് ഭരണകൂടവും നീതിന്യായ ഭരണാധികാരികളും അംഗീകരിച്ച കുറച്ച് തത്വങ്ങളാണ് നിയമങ്ങൾ എന്ന് പറയുന്നത്. അതായത് അവരുടെ അംഗീകാരത്തോടു കൂടി എന്തെങ്കിലും ലോസുകൾ ഉണ്ടായെങ്കിൽ അത് പാലിക്കാനായിട്ട് നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ് അല്ലെ. ഇപ്പൊ സ്റ്റേറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന നിയമങ്ങൾ പാലിക്കാൻ അവിടെയുള്ള സ്റ്റേറ്റിലുള്ള എല്ലാ ഹോസ്പിറ്റലുകളിലും ബാധ്യസ്ഥരാണ്. അതേമാതിരി തന്നെ അഡ്മിനിസ്ട്രേഷൻ ആയിട്ടുള്ള അല്ലെ, നമ്മളിപ്പോ എന്തെങ്കിലും പുറത്തിറക്കി കൊണ്ടുവരികയാണ് സ്റ്റേറ്റിന്റെ അംഗീകാരത്തോട് കൂടിയിട്ട്, അല്ലെങ്കിൽ ജസ്റ്റിസിന്റെ അല്ലെ, നമ്മുടെ കോടതി മുഖേനയുള്ള എന്തെല്ലാം നീതിന്യായ വകുപ്പിന്റെ കീഴിലൊക്കെ എന്തെങ്കിലും നമ്മളെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം പാലിക്കാനായിട്ട് എല്ലാവരും ബാധ്യസ്ഥരാണ്. അപ്പൊ നിയമങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, നെട്ടിക്കൂട്ടി നിശ്ചയിച്ചിരിക്കുന്നതാണ്. അധികാരിപ്പെട്ടവര് ഇറക്കുന്ന കുറച്ച് റൂൾസ് ആണ്. അത് ഫോളോ ചെയ്യാനായിട്ട് അതിന് കീഴിലുള്ള എല്ലാ ഹോസ്പിറ്റലാണെങ്കിലും മറ്റ് കീഴ് തരത്തിലുള്ള എല്ലാവരും ബാധ്യസ്ഥരാണ് എന്നുള്ളത്. 2-3 രീതിയിൽ ലോകളെ പറയുന്നുണ്ട്. ലോ മീൻസ് സെറ്റ് ഓഫ് റൂൾസ് ടു ലീഡ് ഹ്യൂമൻ ആക്ഷൻ. മനുഷ്യന്റെ പ്രവർത്തികളെ അത് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് റൂൾസിനെയാണ് അല്ലെ നിയമങ്ങൾ എന്ന് പറയുന്നത്. മറ്റൊന്ന് പറയുന്നത് സ്റ്റേറ്റ് അടിച്ചേൽപ്പിക്കുന്ന കുറച്ച് അവകാശങ്ങളും കടമകളും ഒക്കെ ഉണ്ട്. അതെല്ലാം നിയമങ്ങൾ തന്നെയാണ്.
വീണ്ടും പറയുന്നു ജസ്റ്റിസിന്റെ അല്ലെ നീതിന്യായ വകുപ്പിന്റെ ഒക്കെ കീഴിൽ വരുന്ന കുറച്ച് തത്വങ്ങളെല്ലാം എന്താണ് നിയമങ്ങൾ തന്നെയാണ്. അതെല്ലാം പാലിക്കാനായിട്ട് എല്ലാവരും ബാധ്യസ്ഥരാണ്. ഇനി വീണ്ടും സെന്റൻസ് പറയുന്നുണ്ട്, കോഴ്സ് ഓർ പോളിസി മേ ഇമ്പോസ് ദിസ് സിസ്റ്റം ഓഫ് റൂൾസ് ആൻഡ് പണിഷ് പീപ്പിൾ ഹു വയലേറ്റ് ദ ലോസ് സച്ച് ആസ് ബൈ പേയിങ് ഫൈൻ ഓർ അതർ പെനാൽറ്റി ഇൻക്ലൂഡിങ് ചെയ്യും. നമുക്കറിയാം റോഡിൽ അല്ലെ മിക്കപ്പോഴും എവിടെയെങ്കിലും തടഞ്ഞു നിർത്തിയിട്ട് നമുക്ക് പെനാൽറ്റീസ് ഒക്കെ കിട്ടും. കൃത്യമായിട്ട് നിയമങ്ങൾ പാലിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഹോസ്പിറ്റൽ ആണെങ്കിലും അതിന്റെ നിയമ സാധ്യതകളൊക്കെ ഉണ്ട്. ആ നിയമങ്ങളെല്ലാം പാലിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അതിനനുസരിച്ചുള്ള ഫൈനും പെനാൽറ്റീസും ഉണ്ട്. ജയിൽ ശിക്ഷയ്ക്ക് വരെ വിധേയമാകേണ്ട അവസ്ഥകളുണ്ട്. അപ്പൊ നിയമങ്ങൾ എന്നുള്ളത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. അത് ജനങ്ങളുടെ പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ചിലപ്പോൾ പക്ഷെ അവകാശങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും. ചിലപ്പോൾ എന്താണ് നീതിന്യായ വകുപ്പിന്റെ കീഴിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നതായിരിക്കും. അതെല്ലാം ഫോളോ ചെയ്യാനായിട്ട് എല്ലാവരും ബാധ്യസ്ഥരാണ്. ഇൻ കേസ് ഹോസ്പിറ്റൽ ആണെങ്കിലും അത് ഫോളോ ചെയ്യേണ്ടിയിരിക്കുന്നു. അത് ചെയ്തില്ല എങ്കിൽ എന്താണ് അതുമായി ബന്ധപ്പെട്ടുള്ള ഫൈനുകളും പെനാൽറ്റീസുകളും ഇൻ കേസ് ജയിൽ ശിക്ഷ വരെ അനുഭവിക്കാനായിട്ട് എല്ലാവരും കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ എത്തിക്സ് എന്താന്നുള്ളത്, ധാർമ്മികത എന്താന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അതോടൊപ്പം തന്നെ അത് പ്രൊഫഷനുമായിട്ടുള്ള ഒരു അല്ലെ പ്രൊഫഷനുമായിട്ടുള്ള അതായത് അവരുടെ പ്രൊഫഷനായിട്ടുള്ള ആത്മാർത്ഥം. ലീഗൽ എന്ന് പറയുന്നത് നമ്മുടെ നിയമവശങ്ങളാണ്. അത് ഫോളോ ചെയ്യാനായിട്ട് എല്ലാവരും ബാധ്യസ്ഥരാണ്. അങ്ങനെ 2 ടോപ്പിക്കാണ് നമ്മൾ നോക്കിയത്. നെക്സ്റ്റ് പഠിക്കാനുള്ളത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഇതുവരെ ജസ്റ്റ് നോക്കാം. എന്തെങ്കിലും ഡോക്ടറിനെ ചോദിക്കുക എന്താണ് ലീഗൽ ആസ്പെക്ട് അല്ലെങ്കിൽ എത്തിക്കൽ ആസ്പെക്ട് എന്താണ്. ഓക്കെ, ക്ലിയർ അല്ലേ? കണ്ടിന്യൂ ചെയ്യാം. ചെറിയൊരു കാര്യമാണ് പറഞ്ഞു നിർത്തിയത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ is obligated to have a clear understanding of ethical and legal responsibility. ഈ ഹോസ്പിറ്റലിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം അവിടുത്തെ നിയമങ്ങളുടെ ഹോസ്പിറ്റലിന്റേതായ കുറെ നിയമാവലികളൊക്കെ കൊണ്ടുവരുന്നത് ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പവർ ഉള്ളവരാണ് അല്ലെ. ആ ഒരു ഭരണഘടനാ കാര്യങ്ങളൊക്കെ മാനേജ്മെന്റിനെ അറിയിച്ച് മാനേജ്മെന്റിന്റെ കൂടെ നിന്നുകൊണ്ടാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻകാർ കുറെ നിയമങ്ങൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പുറത്തിറക്കുന്നത്. അപ്പൊ അവരുടെ ഒരു പ്രത്യേകത അനുസരിച്ചിട്ട് ഇത്തരത്തിലുള്ള എത്തിക്സും ലീഗലായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവർക്ക് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ളവരെല്ലാം തന്നെ ഈ ഒരു കാര്യങ്ങൾ എത്തിക്കലായിട്ടുള്ള ലോകളും അതേപോലെ തന്നെ നിയമപരമായിട്ടുള്ള ലീഗലായിട്ടുള്ള ലോകൾ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് തന്നെ അറിഞ്ഞിരിക്കണമെന്ന്. Then management is responsible for policies for keeping a safe hospital. Physical facilities and service must ensure building conforms to regional bylaw, safety regulations, sanitation arrangements. അതായത് ഇതിലെ താഴേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം എന്താണ് ഇതൊരു സോഷ്യൽ സിസ്റ്റം അല്ലെ. നമ്മൾ സാധാരണയായ ഹോസ്പിറ്റൽ എന്നൊക്കെ പറയുന്നത് എന്താണ്? ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്ലേസിലേക്കാണ് അത് ഉണ്ടാവുന്നത്. ഒരു പ്ലേസിലാണ് നമ്മുടെ ഹോസ്പിറ്റൽ സ്ഥാപിക്കപ്പെടുന്നത്. അപ്പൊ അവിടെ ഏതെങ്കിലും ഒരു പ്ലേസിലേക്ക് സ്ഥാപിക്കപ്പെടുമ്പോൾ ആ പ്ലേസിനെ സംബന്ധിച്ച് ഒരു നല്ല സൗകര്യം ഉള്ള ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ആ ഒരു മേഖലയ്ക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് അല്ലെ. അങ്ങനെ അവർക്ക് ഉപകാരപ്പെടുന്ന സൊസൈറ്റിക്ക് ഉപകാരപ്പെടുന്ന കാര്യമായിട്ട് നമ്മളൊരു ഹോസ്പിറ്റലിൽ വരുമ്പോൾ ആ ഹോസ്പിറ്റലില് ആ ഭാഗത്തുള്ള കുറെ നിയമാവലികളെല്ലാം അല്ലെ. ഇപ്പൊ ഏത് ലൊക്കാലിറ്റിയിലാണോ ആ ഹോസ്പിറ്റൽ സ്ഥാപിക്കപ്പെടുന്നത് അവിടത്തെ നിയമങ്ങളെല്ലാം പാലിക്കാനായിട്ട് അതല്ലെങ്കിൽ ആ ഭാഗത്തെ ആ പ്രദേശത്തെ എന്താണ് സാനിറ്റേഷനും കാര്യങ്ങളൊക്കെ അല്ലെ ശുചിത്വ പരിപാലന കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ അതായത് ഹോസ്പിറ്റൽ അവിടെ ലോഞ്ച് ചെയ്യുമ്പോൾ അവിടെയെല്ലാം അല്ലെ അശുദ്ധമാക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകാനൊന്നും പാടില്ല. അതോടൊപ്പം തന്നെ എന്താണ് സേഫ്റ്റി അല്ലെ. ഹോസ്പിറ്റൽ അവിടെ സ്ഥാപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള പ്രദേശത്തെ നിവാസികൾക്കെല്ലാം സുരക്ഷിതം. ഇൻ കേസ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും സുരക്ഷിതത്വം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഇൻ കേസ് അല്ലെ ഭയങ്കര ഡിസ്റ്റർബഡ് ആയിട്ടുള്ള ഇതുകളൊന്നും ഉണ്ടാവാൻ പാടില്ല അല്ലെ. തൊട്ടടുത്തൊക്കെ തന്നെ ഒരുപാട് നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിൽ സ്ഥാപിക്കണമെങ്കിൽ അത് സംശയം ചെയ്ത് കിട്ടണമെങ്കിൽ
കുറെ ലീഗലായിട്ടുള്ള നിയമ നടപടികൾക്കൊക്കെ ശേഷമാണ് അത് സാക്ഷിച്ചത് കിട്ടുന്നത്. അപ്പൊ പരമാവധി ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഈ സൊസൈറ്റിക്ക് ഒരു അവിഭാജ്യ ഘടകമായിട്ട് ഈ ഹോസ്പിറ്റൽ നിലകൊള്ളണമെങ്കിൽ കുറെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അത് സേഫ്റ്റി റെഗുലേഷൻസിനെ കുറിച്ചിട്ടാണെങ്കിലും അതല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും സാനിറ്റേഷൻ അറേഞ്ച്മെന്റ് ചെയ്യുമ്പോഴൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവര് അറിഞ്ഞിരിക്കണം. നമുക്ക് പോയിന്റിലേക്ക് പോകാം. Management is responsible for policies for keeping a safe hospital, physical facilities and services. അതായത് പോളിസികൾ നയങ്ങൾ രൂപീകരിക്കുമ്പോൾ അല്ലെങ്കിൽ എന്താണ് ഹോസ്പിറ്റലിലെ സേഫ്റ്റി പ്രദാനം ചെയ്യുമ്പോൾ പിന്നെ ഫിസിക്കൽ ഫെസിലിറ്റീസ് എന്തെങ്കിലും അല്ലെ കൂടുതൽ നമുക്കറിയാം ഹോസ്പിറ്റലൊക്കെ ആവുമ്പോൾ കൂടുതൽ സൗകര്യങ്ങളെ വികസിച്ചെടുത്ത് അത് സർവീസായിട്ട് കൈകാര്യം ചെയ്തു പോകുമ്പോൾ മസ്റ്റ് എൻഷുർ ബിൽഡിംഗ് കംഫോംസ് ടു റീജിയണൽ ബൈലോസ്. എപ്പോഴും അവിടെയുള്ള റീജിയണൽ ലോസുകളെല്ലാം തന്നെ കൃത്യമായിട്ട് പാലിച്ച് ചെയ്തുകൊണ്ട് മാത്രമേ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാടുള്ളൂ. സേഫ്റ്റി റെഗുലേഷൻസ്, സാനിറ്റേഷൻ അറേഞ്ച്മെന്റ്സ്, ഇതെല്ലാം തന്നെ ഹോസ്പിറ്റൽസ് ബീയിങ് ആൻ ഇൻവെറ്റബിൾ പാർട്ട് ഓഫ് ദ സോഷ്യൽ സിസ്റ്റം ആർ സബ്ജക്ട് ടു ഓൾ ലോസ് ഓഫ് ദ ലാൻഡ്. അതായത് ആ ഭൂമി കൈവശമാക്കിയിട്ടാണ് ഹോസ്പിറ്റലിൽ അവർ കൈകാര്യം ചെയ്തത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള സോഷ്യൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സൊസൈറ്റിക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാനായിട്ട് പാടുള്ളൂ. എപ്പോഴും അവിടെ എന്താണ് സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടതുണ്ട്. സാനിറ്റേഷൻസ് അറേഞ്ച്മെന്റ് ഒക്കെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യേണ്ടതുണ്ട് അല്ലെ. വേറെ എന്തെങ്കിലും പുതിയതായിട്ട് വികസിപ്പിച്ചൊക്കെ കൊണ്ടുവരുമ്പോൾ അവിടെ സൊസൈറ്റിക്ക് ഒന്നും ദോഷകരമായിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ പാടില്ല. അപ്പൊ കൃത്യമായിട്ട് എന്തെങ്കിലും ലീഗൽ ആക്ഷൻസ് ഒക്കെ വരുമ്പോൾ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണം എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരാണ് പോളിസീസ് ഒക്കെ കൊണ്ടുവരുന്നത് അല്ലെ. ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് നയങ്ങൾ രൂപീകരിക്കുന്നത് ഇത്തരം പവറിലുള്ളവരാണ്. അപ്പൊ അവര് ഈ ലോകളെ കുറിച്ചിട്ട് കൃത്യമായിട്ട് തന്നെ അതായത് ലൊക്കാലിറ്റിയാണ്, ആ ലൊക്കാലിറ്റിയിൽ എങ്ങനെയൊക്കെ അത് കൈകാര്യം ചെയ്യാൻ പറ്റുക. ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ സാനിറ്റേഷനൊക്കെ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ്. അപ്പൊ അവിടെയൊക്കെ നമുക്കറിയാം ചതുപ്പ് പോലെയുള്ള പ്ലേസിലൊക്കെ അത് ലോഞ്ച് ചെയ്യണമെങ്കിൽ അവിടെയൊക്കെ ഈ പ്രോസസ് അല്ലെ ഈ ഒരു ശുചിത്വ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള ലോകളും വശങ്ങളും നിയമവശങ്ങളും എല്ലാം തന്നെ മനസ്സിലാക്കിയിട്ട് വേണം എല്ലാ തരത്തിലുള്ള ഡിസിഷൻസും തീരുമാനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടും. വീണ്ടും പറയുന്നത് ഹോസ്പിറ്റൽസ് ഷുഡ് ബി സേഫ് ഫ്രം explosive and inflammatory gas, chemicals, machinery, steam damages from slippery floors, etc. ഇവരിങ്ങനെ ചെയ്യുമ്പോഴും ഇങ്ങനെ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ എല്ലാ കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ അതുപോലെ തന്നെ പറയാണ് അല്ലെ, നമ്മൾ എന്തെങ്കിലും അപകടങ്ങൾ ഗ്യാസുമായ വാതക പൊല്യൂഷൻസ് ഒക്കെ വരികയാണെങ്കിൽ അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ മെഷീനറി ഒക്കെ സ്ഥാപിക്കുമ്പോൾ നമുക്കറിയാം ഹോസ്പിറ്റലിൽ ഭയങ്കര ഏതെങ്കിലും മെഷീനറി ഒക്കെ സ്ഥാപിക്കണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പ്രൊവിഷനൊക്കെ വേണം. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള കപ്പാസിറ്റി ഉള്ള പ്ലേസുകളിൽ മാത്രം വലിയ അത് ഇംപ്ലിമെന്റ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുള്ളൂ. അതെല്ലാം ശ്രദ്ധ കേന്ദ്രീകരിക്കണം. സ്റ്റീൽ ഡാമേജസ് അല്ലെ, ആവിയന്ത്രങ്ങളുടെ ഡാമേജസുകളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ അതെങ്ങനെ കൈകാര്യം ചെയ്യുന്ന സ്ലിപ്പറി ഫ്ലോർസ് ഇൻ കേസ് അങ്ങനെ പോയി എവിടം വരെ എന്താ പറയുക അവിടെയുള്ള ഫ്ലോറിൽ തെന്നി അല്ലെ വഴുതുന്ന തരത്തിലുള്ള ഫ്ലോറുകൾ വരെ പാടില്ല എന്നുള്ളത് വരെ ശ്രദ്ധിക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പവറിൽ ഉള്ളവരാണ്. അപ്പൊ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഒരുപാട് ഡിസിഷൻസ് ഒക്കെ എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് അവർക്ക് നല്ല അറിവും അവബോധവും ഉണ്ടാകണം എന്നുള്ളതാണ് ഇവിടെ ഈ പാരഗ്രാഫിൽ പറയുന്നത്. വായിച്ചു നോക്കാം. ക്ലിയറായോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ?
കൺവേ ചെയ്തോട്ടെ. ഒന്ന് റെസ്പോണ്ട് ചെയ്യാം. എന്തെങ്കിലും പറഞ്ഞു തരേണ്ടതുണ്ടെങ്കിൽ പറഞ്ഞു തരാം. അപ്പൊ നമുക്ക് ഇനിയുള്ളത് എന്താണ്? വൈ ഈസ് ഓക്കെ, ഞാൻ കണ്ടിന്യൂ ചെയ്യാം. Why is necessary for hospitals and medical administrators to be aware of ethical and legal aspect of hospital administration? Okay. ഇതിൽ നമ്മൾ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ലീഗൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റർ ഉള്ളവർക്ക് അവബോധം ഉണ്ടാകണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നാണ് ഇവിടെ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. അതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ റീസൺസ് താഴെ പറയുന്നു. ഫസ്റ്റ് വൺ പറയുന്നത് ഇൻക്രീസിംഗ് നമ്പർ ഓഫ് മെഡിക്കൽ ലീഗൽ കേസസ്. അതായത് ഈ കാലഘട്ടത്തിൽ കൂടുതലായിട്ടുള്ള മെഡിക്കൽ ലീഗൽ കേസസ്, നിയമവശങ്ങളോട് കൂടിയിട്ടുള്ള മെഡിക്കൽ ലീഗൽ കേസസുകൾ വരുന്നുണ്ട്. മിനിമൈസ് സിവിൽ ആൻഡ് ക്രിമിനൽ ലീഗൽ പ്രൊസീജിയേഴ്സ്. അതായത് കുറച്ച് നമ്മുടെ സിവിലും ക്രിമിനൽ ആയിട്ടുള്ള നിയമ നടപടികൾ പരമാവധി കുറയ്ക്കുവാൻ വേണ്ടിയിട്ട് ഇതെങ്ങനെ നിയമ നടപടികൾക്ക് പോകുന്നതിനെ കുറിച്ച് മുമ്പ് തന്നെ ഒരു അവബോധം ഇവർക്ക് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള തീരുമാനങ്ങളായിരിക്കും ഇവരെ ഇംപ്ലിമെന്റ് ചെയ്യുക. അല്ലെങ്കിൽ തീർപ്പിനൊക്കെ പറ്റുമെങ്കിൽ പരമാവധി തീർപ്പിനൊക്കെ പോവാനായിട്ട് ഒരു അവബോധം ഉണ്ടെങ്കിൽ, അറിവുണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അത് ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്. ഞാനും ചിലപ്പോ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നമുക്ക് നോക്കാം, പറ്റാവുന്നത്തെ നമുക്ക് നോക്കാം. അപ്പൊ ഇതിലെ പ്രധാനമായിട്ടും പറയുന്നത് നമ്മൾ ഇതിനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ പറയുന്നത് ഇൻക്രീസിംഗ് നമ്പർ ഓഫ് മെഡിക്കൽ ലീഗൽ കേസസ്. കൂടുതലായിട്ട് ഇങ്ങനെ മെഡിക്കൽ ലീഗൽ കേസസ് ഒക്കെ വരുന്നത് കൊണ്ടാണ്. തന്നെ നെക്സ്റ്റ് വീണ്ടും പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വിഷ്വലി ഇല്ലെങ്കിലും കേൾക്കാൻ പറ്റുന്ന അത്രയും കേൾക്കുക. അതാണ് പ്രധാനമായിട്ട്. പറ്റാവുന്നത്രയും നോക്കാം, വോയിസ് കേൾക്കാൻ പറ്റുമായിരിക്കും എന്തായാലും. അപ്പൊ അതില് പ്രധാനമായിട്ടും പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇൻക്രീസിംഗ് നമ്പർ ഓഫ് മെഡിക്കൽ ലീഗൽ കേസസ്, സിവിൽ ആൻഡ് ക്രിമിനൽ ലീഗൽ പ്രൊസീജിയേഴ്സ്. അതായത് ഇതില് കൂടുതലായിട്ട് മെഡിക്കലും ലീഗലായിട്ടുള്ള കേസുകൾ വരുന്നത് കൊണ്ട് പിന്നെ എന്താണ് കുറച്ച് നമുക്ക് ക്രിമിനൽ ലീഗൽ പ്രൊസീജിയേഴ്സ് ഒക്കെ ഒന്ന് കുറച്ചുകൊണ്ട് വരാനായിട്ട് നമുക്ക് ആ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവർക്ക് കൂടുതൽ അറിവുകൾ ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള നിയമാവലികൾ, ഡിസിഷൻസ്, റൂള് നടപ്പാക്കാൻ ഇംപ്ലിമെന്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ അതൊക്കെ കുറച്ചുകൊണ്ട് വരാനായിട്ട് ക്രിമിനൽ ആൻഡ് ലീഗൽ പ്രൊസീജിയേഴ്സ് ഒക്കെ കുറച്ചുകൊണ്ട് വരാനായിട്ട് സാധിക്കും. വീണ്ടും പറയുന്നത് എൻഷുർ ക്വാളിറ്റി ഓഫ് മെഡിക്കൽ കെയർ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ചെറിയൊരു ഇഷ്യൂ ഇടയ്ക്കിടയ്ക്ക് വെക്കാവുന്നുണ്ട്. അതില് പറയുന്ന കാര്യം എന്താണ്? എൻഷുർ ക്വാളിറ്റി ഓഫ് മെഡിക്കൽ കെയർ. മെഡിക്കൽ കെയറിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം അത് വർദ്ധിപ്പിച്ചു കൊണ്ടുവരാനായിട്ട്, കൂടുതലായിട്ട് ഗുണമേന്മയോട് കൂടിയിട്ട് സർവീസ് കാഴ്ചവെക്കാനായിട്ട് ഇത്തരം വിവരങ്ങളല്ല ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവർക്ക് ഉണ്ടെങ്കിൽ അത് ഗുണമേന്മയോടുകൂടിയിട്ടുള്ള സേവനങ്ങൾ മറ്റുള്ളവർക്ക് അവിടെയുള്ള പേഷ്യൻസിന് പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കും.
The next എന്ന് പറയുന്നത് in India, lawyers are very little trained as yet and especially in the complex issue associated with the medical case. അതായത് ഇതിൽ പ്രധാനമായിട്ടും പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള കേസുകൾ വാദിക്കുന്ന ലോയേഴ്സിന് അധികം നോളേജ് ഇല്ലാത്ത പറയുന്നതാണ്. വെറുതെയായിട്ട് ലിറ്റിൽ ട്രെയിൻഡ് അല്ലെ, അവർക്ക് ചെറിയൊരു ട്രെയിനിങ് ആണ് കൂടുതലായിട്ടും ഇത്തരം കാര്യങ്ങൾ വരുന്നത്. അപ്പൊ കോംപ്ലക്സ് ആയിട്ടുള്ള അല്ലെ, സങ്കീർണമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഇഷ്യൂസുകൾ, അതായത് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മാറ്റേഴ്സിൽ വരുന്ന ഇഷ്യൂസുകൾ, അതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യാനായിട്ട് അത് നമുക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവർക്ക് വിവരങ്ങൾ ഉണ്ടെങ്കിൽ അത് അവർക്ക് തന്നെ സ്വമേധയെ അത് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. It helps the medical professionals to do right things and protect themselves from a silly litigation. അപ്പൊ അതിലെ പ്രധാനമായിട്ടും പറയുന്ന മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് ചെറിയ ചെറിയ അല്ലെ, നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇന്ത്യയിലേക്ക് അവിടുത്തെ മെഡിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് കുറച്ച് ട്രെയിനിങ്ങേ ഉള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ഇതില് വീണ്ടും പറയുന്നത് ചെറിയ വ്യവഹാരങ്ങളൊക്കെയാണ് സംഭവിക്കുന്നത്. ലിറ്റിൽ അതാണ് പറയുന്നത് സില്ലി ലിറ്റിഗേഷൻ എന്ന് പറയുന്നത് ചെറിയ ചെറിയ വ്യവഹാരങ്ങളാണെങ്കിൽ അത് ഒതുക്കി തീർക്കാനായിട്ട് സാധിക്കും അല്ലെ. നിയമവശങ്ങളെ കുറിച്ചിട്ട് അറിവുണ്ടെങ്കിൽ മാത്രമേ അത് ഒതുക്കി തീർക്കാനായിട്ട് സാധിക്കൂ. അതുകൊണ്ടാണ് പറയുന്നത് ഇറ്റ് ഹെൽപ്പ് ദ മെഡിക്കൽ പ്രൊഫഷണൽസ് ടു ഡു ദ റൈറ്റ് തിങ്സ് ആൻഡ് പ്രൊട്ടക്ട് ദംസെൽഫ് ഫ്രം സില്ലി ലിറ്റിഗേഷൻസ്. ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിന്റെ അവകാശങ്ങൾ അർഹതപ്പെട്ടവർക്ക് നേടിക്കൊടുത്തുകൊണ്ട് മറ്റുള്ളവരൊക്കെ മൊത്തത്തിൽ സംരക്ഷണം ഏർപ്പെടുത്തിക്കൊണ്ട് തന്നെ അത് ഒതുക്കി തീർക്കാനായിട്ട് സാധിക്കുന്നു. നിങ്ങൾ ജസ്റ്റ് ലാസ്റ്റ് പോയിന്റ് നമുക്ക് ലാസ്റ്റ് ക്ലാസ് എടുക്കാം. എന്തായാലും ഇത് പെട്ടെന്ന് ഡൗണായി പോണെങ്കിലും ബെറ്റർ നമുക്ക് അല്ലെ ഫൈനലായിട്ട് ഉള്ളത് മൊത്തത്തിൽ ഒന്നുകൂടി നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്ത് പറഞ്ഞു തരാം. എന്തായാലും ഇത് ലേറ്റ് ഉള്ളത്, അതായത് ഈ റീസൺസിന് മുമ്പുള്ള ഭാഗങ്ങളിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു.